ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ രാശിവശം മാത്രമല്ല ലഗ്നവശാലും കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറഞ്ഞു. വീഡിയോയിൽ എഴുതിയേക്കുന്ന രാശിനായിരിക്കും, പക്ഷെ ലഗ്നം കൂടി കാണാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അധികം താമസിക്കല്ല, വീഡിയോയിലേക്ക് കിടക്കാം. മേടരാശി അശ്വതി, ഭരണി, കാർത്തിക കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയാം അല്ലെ. അപ്പൊ മേടരാശിക്കാർക്ക് ഈ 2026 ജനുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഗ്രഹനില നോക്കുകയാണെങ്കിൽ നമുക്ക് 12 ശനി സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ സൂര്യൻ, ബുധൻ, അതുപോലെ തന്നെ കുജൻ, ശുക്രൻ ഇവരെല്ലാം കൂടി നമ്മുടെ ധനുരാശിയിൽ, അതായത് 9ാം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് മാസം ആദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാസ മധ്യേ, അതായത് ഒരു 15-ാം തീയതി കൂട്ടാം നമുക്ക്. ഓക്കെ, 15-ാം തീയതിക്ക് ശേഷം ഇവരെല്ലാം കൂടി 1 by 1 ആയിട്ട് നമ്മൾ മകരൻ രാശിയിലേക്ക്, അതായത് നമ്മുടെ 10ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ 3-ലാണ് വ്യാഴം സ്ഥിതി എന്ന് പറയുന്നത്. നമുക്ക് ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പം നിങ്ങളുടെ മാസത്തിന്റെ തുടക്കത്തിൽ, അതായത് ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട് ജോലിയൊക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിലും, നമുക്ക് മാസ പകുതിയോടെയൊക്കെ ആയിട്ട് ഒരു ജോലി കിട്ടാനും, ആ ജോലി നമുക്ക് പൂർണ്ണ തൃപ്തി തരുമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു ജോലി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യമായിരുന്ന ജോലി, അതിനൊരു യോഗം അല്ലെങ്കിൽ ആ ഒരു ജോബ് കിട്ടാനുള്ളൊരു ചാൻസ് ഈ മന്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ടൈമാണ് എന്ന് പറയുന്നത്. 12 ശനി 3 വ്യാഴം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ജോബിനെ ഇതിനൊന്നും പ്രദാനം ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നീഡിനെ നമുക്ക് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ജോലി. സോ അതുകൊണ്ട് തന്നെ ഈ ജോലി ഇപ്പം നിങ്ങൾ വിട്ട് കളയാൻ നിൽക്കേണ്ട, ഇപ്പം കിട്ടുന്ന ജോലി നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫണ്ടൊക്കെ നിങ്ങൾക്ക് പയ്യെ നമുക്ക് കിട്ടുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യണം. നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ കൂടുതൽ അറ്റൻഷനും കൂടുതൽ ഫോക്കസ് നമ്മുടെ ആ പ്രൊജക്റ്റിൽ, ഒരു ബിസിനസ്സിന് നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാവും, ആ പ്രൊജക്റ്റ് കൂടുതൽ ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിലൊക്കെ നമുക്ക് പുരോഗതി കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചിലവുകളായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ചിലവുകൾ, അതായത് വരുമാനം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ചിലവുകളുണ്ടാവും. സോ ആ ചിലവുകളെല്ലാം നമ്മൾ മാക്സിമം നല്ല ചിലവുകളാക്കി മാറ്റാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ കുറച്ചൊക്കെ ഫണ്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചൊക്കെ സേവിങ്സ് ഉള്ളത് നമ്മുടെ ഭാവി ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടും കേട്ടോ. അടുത്ത കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ പറ്റും. അതേപോലെ തന്നെ 2 ഭാവങ്ങളിലൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലീൻ ആണ്. കുടുംബജീവിതം നമുക്ക് നന്നായി സന്തോഷത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈം തന്നെയാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അത് വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് പോകുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ്. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഈ മാസം വിവാഹ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻഗേജ്മെന്റ് പ്ലാനിങ് ഒക്കെ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. സോ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയെങ്കിൽ ടൈം എന്ന് പറയുന്നത്, നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ നന്നായി എക്സിക്യൂട്ട് ചെയ്യാനും അതുപോലെ നന്നായി വർക്ക് ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ് ഇതെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മാസം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഫലം, നമ്മുടെ എഫേർട്ട്, നമ്മൾ എത്രമാത്രം എഫേർട്ടാണോ ഇടുന്നത് ആ എഫേർട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു യോഗമുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. കാരണം 12 ശനിയുണ്ട്. സോ ആ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം. ഓവറായിട്ട് സ്ട്രെസ് ആവാതിരിക്കുക, അതുപോലെ തന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ സ്വയം നോക്കാതിരിക്കുക. ഇതൊക്കെ ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് നല്ലതെന്ന് പറയുന്നത്. ആരോഗ്യം സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 12 നമ്മുടെ ഏഴരശനി സമയമാണ് എന്ന് പറയുന്നത്. യാത്ര കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പൊതുവെ മേടരാശിക്കാർ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. മേടരാശി എന്നല്ല, മേടലഗ്നക്കാരായെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, യാത്രകളൊക്കെ പോകുമ്പോൾ എന്ത് എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോഴായാലും നല്ല ടേക്ക് കെയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, വാഹന കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് അനുകൂലമായ ഫലത്തേക്ക് പ്രദാനം ചെയ്യുന്നതിന് ശ്രദ്ധിച്ച ടേക്ക് കെയർ ചെയ്യാമെങ്കിൽ. അതുപോലെ ഒരു 55-60 വയസ്സ് മുകളിൽ, അതായത് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയൊരു ഐഡിയ ഉണ്ട്, അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ അത് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുന്നത് നല്ലതെന്ന് പറയുന്നത്. കാരണം വലിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലത്തിലാണ് നമുക്ക് നിൽക്കുക എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് നിങ്ങൾ പോവാതിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ആഗ്രഹമുള്ളവർക്ക് ക്ഷേത്ര ദർശനം നടത്താം. യാത്ര എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ആത്മീയമായ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാസം നടത്താവുന്ന സമയമാണ്. അതിനൊക്കെ അനുകൂലമായ ഫലമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണാൻ,
പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ്, പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ കിട്ടാനൊക്കെ യോഗമുള്ളൊരു സമയമാണിത്. കൂടുതൽ ആളുകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ടൈമായിട്ട് നമുക്ക് ഈ ജനുവരി 2026 പറയാൻ സാധിക്കുന്ന ടൈമാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ പോകണം എന്ന് പല നാളുകളായിട്ടുള്ള ആഗ്രഹമാണ്. അല്ല, അങ്ങനെ ഒരു പ്ലേസ്, ക്ഷേത്രം തന്നെ വേണ്ട, നമുക്കൊരു പ്ലേസ്, അത് നമ്മൾ അതിന് വേണ്ടിയുള്ള മുൻകൈകളൊക്കെ ഈ മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പോയി കാണാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി തൊഴാനൊക്കെ യോഗം കാണാവുന്ന സമയമാണ് ഈ 2026 ജനുവരി മാസം എന്ന് പറയുന്നത്. ഇപ്പം പൊതുവെ മൊത്തത്തിൽ നമുക്ക് ജനുവരി മാസത്തിൽ ഈ മേടരാശിക്കാരെ അല്ലെങ്കിൽ മേടലഗ്നക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമ്മിശ്ര ഫലമാണെങ്കിൽ പോലും ഒരു 60% നമുക്ക് എന്താണ് നല്ലതായിട്ട് പറയാം. ഓക്കെ, സമ്മിശ്ര ഫലമാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു 60% നല്ല ഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജാതകം കൂടെ നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കൂടുതലായിരിക്കും. ജാതകത്തിൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫലം കിടക്കുന്നെങ്കിൽ ടൈമെങ്കിൽ അവിടെ എന്താണ് ഈ നല്ല ഫലത്തെ അത്ര അങ്ങ് പ്രദാനം ചെയ്തെന്ന് വരില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, ജാതകം കൂടി മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഇടവരാശി കാർത്തിക, മുക്കാല, രോഹിണി, മകേരം അടങ്ങുന്ന 2 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയാം അല്ലെ. പറഞ്ഞു തന്ന ഇടവരാശിക്കാർക്ക് മാത്രമല്ല ഇടവലഗ്നക്കാർക്കും വീഡിയോ കാണാവുന്നതാണെന്നല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രഹനില അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാർട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇടവരാശിയെ സംബന്ധിച്ച് നമ്മുടെ 2ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാസത്തിന്റെ തുടക്കത്തിൽ നമുക്ക് നമ്മുടെ 8ാം ഭാവത്തിൽ, അതായത് ധനുരാശി, കുജൻ, ബുധൻ, ശുക്രൻ, ആദിത്യൻ, ഇവര് 4 പേര് സ്ഥിതി ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് 11ാം ഭാവത്തിൽ ശനി, 10ാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന സമയമാണിതെന്ന് പറയുന്നത്. നമുക്ക് ഈ ടൈം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, ലക്ഷ്യതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ തുടക്കത്തിലെ ടൈമാണ്. അതായത് ഫസ്റ്റ് വീക്സ് ആൻഡ് സെക്കൻഡ് വീക്ക്, ഈ ജനുവരി 1st ആൻഡ് 2nd വീക്ക് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുക, അത് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. 3rd ആൻഡ് 4th വീക്കിൽ നമുക്ക് എന്താണ് അത് വർക്ക് ചെയ്തെടുക്കാനും അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റും. ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ കിട്ടാൻ യോഗം നമുക്ക് പറയാൻ പറ്റും. ഈ അനുകൂല ഫലം കൂടുതലാണ് നിൽക്കുക എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ് കേട്ടോ. അതായത് ഈ 4 ഗ്രഹങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതെന്ന് പറയുന്നത്. നമുക്ക് സാമ്പത്തികമായ നേട്ടം നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതികൾ നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷനിലാണെങ്കിൽ അതിൽ നമ്മളെ മറ്റുള്ളവർ അറിയാം. എന്നുവെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ ഒരാൾ എക്സ്ട്രാ അറിഞ്ഞാൽ നമുക്ക് എന്തൊരു റെക്കഗ്നൈസേഷൻ ആണ് അല്ലെ. ആ റെക്കഗ്നൈസേഷനൊക്കെ നമ്മുടെ ഫീൽഡിൽ വരാനുള്ള യോഗം നമുക്ക് കാണുന്ന സമയമാണ്. 2ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്ത് നമുക്ക് എന്താണ് ഒരു സാമ്പത്തികമായ നേട്ടം, സാമ്പത്തികമായ പുരോഗതിയൊക്കെ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ടൈം തന്നെയാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആയാലും നമുക്കൊരു പുരോഗതിയൊക്കെ പറയാം. നമ്മുടെ പരിശ്രമത്തിന്, അതായത് തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിന് അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പം ഫസ്റ്റ് 2 വീക്കും ചുമ്മാ കൈ കെട്ടി നിൽക്കുന്നതല്ല. ഫസ്റ്റ് 2 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. 3rd ആൻഡ് 4th വീക്കിൽ അത് എക്സിക്യൂട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് നേട്ടങ്ങളും ഭാഗ്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്ത കുടുംബ സംബന്ധം, ഫാമിലി റിലേറ്റഡ് ആയി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ, അത് ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് അനുകൂലമായ ഡേറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് 8 ഭാവങ്ങളിലൊക്കെ നമുക്ക് എന്താണ് നല്ല സന്തോഷത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ കംഫർട്ട് അല്ലെങ്കിൽ സന്തോഷമൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രദാനം ചെയ്യുന്ന രീതി തന്നെയാണ് നിൽക്കുക എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ കുടുംബജീവിതമായാലും മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് കുറച്ച് സമാധാനം, സന്തോഷം ഒക്കെ കിട്ടുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, നമ്മുടെ എന്താണ് ചിലപ്പോൾ ഒരു ഫോണായിരിക്കാം, ചിലപ്പോൾ ഒരു കമ്മലായിരിക്കും, ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കാം, ചിലപ്പോൾ ഒരു വസ്തുവായിരിക്കും, ചിലപ്പോൾ ഒരു വാഹനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് എന്താണോ ഒരു ഹാപ്പിനെസ് തരുന്നത് അത് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയമായിരിക്കും. നല്ല ദാമ്പത്യ ജീവിതമൊക്കെ പറയാവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടൈം നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മത്സര പരീക്ഷയുണ്ട്, ഒരു കോമ്പറ്റീഷൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചൊരു സ്പെഷ്യൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മുടെ ഡ്രീം എന്താണ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അതൊക്കെ കിട്ടാൻ യോഗമുള്ള ടൈമാണ് നമുക്ക് ഈ സമയം എന്ന് പറയുന്നത്. സോ നമ്മളിടുന്ന എഫർട്ടിന് കൃത്യമായിട്ട് പ്രതിഫലം കിട്ടുന്ന സമയമാണ്. നമ്മുടെ എഫർട്ടും നമ്മുടെ സത്യസന്ധതയ്ക്കും നമ്മുടെ വർക്കിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന സമയമാണ്. സോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി നല്ല രീതിയിലൊരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റിങ് ഈ മന്തിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റും ജനുവരി 2026 എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ 4 ഗ്രഹങ്ങൾ കൂടി ഒന്നിച്ച് നമ്മുടെ 8ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത്, അതായത് മാസത്തിന് തുടക്കത്തിലെ 2 ആഴ്ചകൾ
നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് തളർച്ച, ക്ഷീണം, അതുപോലെ തന്നെ ചില തരത്തിലുള്ള അസുഖങ്ങൾ, ചില തരത്തിലുള്ള ശരീരവേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമുക്ക് ഭയങ്കര മേജറായിട്ട് ഇഷ്യൂസ് ആണ് പറയുന്നത്. മൈനറായിട്ടുള്ള ഇഷ്യൂസ് ടെമ്പറിൽ ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും നിൽക്കുക എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളത്. കൃത്യമായിട്ട് അതിന് വൈദ്യുതി കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ക്യൂർ ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്കൊരു സീനിയേഴ്സ്, അതായത് 55-60 വയസ്സ് മുകളിലേക്കുള്ളവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് ശരിക്കും ലക്കി മന്തായിട്ട് നമുക്ക് ജനുവരി എടുത്ത് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുന്ന സമയമാണിതെന്ന് പറയുന്നത് കേട്ടോ. ഒരു 55-60 വയസ്സ്, അതായത് സീനിയർ സിറ്റിസൺസിന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുന്ന സമയമാണ് ഈ 2026 ജനുവരി മാസം ഫലം എന്ന് പറയുന്നത് കേട്ടോ. മിഥുന രാശി, മകേരമര, തിരുവാതിര, പുണർദം, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത് അല്ലേ. മിഥുന രാശിക്കാർക്ക് മാത്രമല്ല മിഥുന ലഗ്നക്കാർക്കും കാണാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം മിഥുന രാശിയെ സംബന്ധിച്ച് ഈ ഒരു മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹസ്ഥിതി നമുക്ക് നോക്കാം അല്ലെ. കുജനും ശുക്രനും ആദിത്യനും മിഥുനത്തെ സംബന്ധിച്ച് ജനുവരി ആദ്യ 2 ആഴ്ച 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുക, ധനുരാശിയിൽ. ആ 15-ന് ശേഷം എന്താണ് മകരം രാശിയിലേക്ക്, അതായത് നമ്മുടെ 8ാം രാശിയിലേക്ക്, 8ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യുന്നു, രാശി ഗ്രഹങ്ങളെല്ലാം കൂടി മാറുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജന്മത്തിൽ തന്നെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. സോ അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു. ഈ ടൈം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു 3rd വീക്ക് മുതൽ, അതായത് ഒരു 14-15-ാം തീയതിയൊക്കെ ശേഷം മുതൽ നമുക്ക് എന്താണ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ചെറിയ തടസ്സങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഒബ്സ്റ്റക്കിളായിട്ട് വരുന്നതൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ പരിശ്രമത്തിലൂടെ കേട്ടോ. ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വർക്ക് ലോഡ് ഒക്കെ വരുന്ന ഒരു മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. വരുമാന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വരുമാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരു എന്താണ് പുരോഗതിയായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 8ാം ഭാവത്തിലേക്ക് ഗ്രഹങ്ങളെല്ലാം കൂടി നിൽക്കുമ്പോൾ നമുക്ക് 2ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്, നമ്മുടെ 2ാം രാശിയിലേക്ക്. അതായത് ഇവരുടെ 7ാം ദൃഷ്ടി, അതായത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ, ബുധൻ, കുജൻ, ശുക്രൻ, ഇവർ 4 പേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 2ാം ഭാവം, അതായത് കർക്കിടക രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. സോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിന്റെ ആദ്യം നോക്കിയാൽ ഈ ഒരു ഇത്രാം ഗ്രഹങ്ങളിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിലേക്ക് ഇവരുടെ ദൃഷ്ടിയും വരുന്നുണ്ട്. സോ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ സമയമാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞാൽ വരുമാന കാര്യങ്ങളിലൊക്കെ വർധനവ് ഉണ്ടാക്കാനും വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാനും യോഗം കാണുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ പറയാം. നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സമയമാണ് ജനുവരി 2026 എന്ന് പറയുന്നത്. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് ബിസി ആയിരിക്കുന്ന മാസമായിരിക്കും എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കുറയുന്നൊരു മാസമായിരിക്കും എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞ, പ്രത്യേകിച്ചും വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പം വേണോ വേണ്ടോ എന്നൊരു ചിന്ത, അതുപോലെ കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞൊരു ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത്. കുടുംബജീവിതത്തിലായാലും നമ്മൾ എന്താണ് ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടൊപ്പം, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയോടൊപ്പം ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയാൻ സാധ്യതയുള്ള ടൈമാണ് ജനുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് അത്രയും ഒരു റെസ്റ്റ് കിട്ടുന്ന ടൈം ആയിരിക്കില്ല ഈ മാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താണ് വീട്ടുജോലി അല്ലാതെ മറ്റു പുറത്ത് വർക്കും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു സ്വസ്ഥത, അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കരമായിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ റെസ്റ്റ് എടുത്താലും അത് പൂർണ്ണമാവാത്തൊരവസ്ഥ ഈ മിഥുന രാശിക്കാർക്ക് ഈ ജനുവരി മാസം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ നമുക്ക് എന്താണ് നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ അതൊക്കെ മാനേജ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് എന്താണ് കുറച്ച് വർക്ക് ലോഡൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ടുകൾ, കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന ടൈമാണെന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ അതിനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മറികടന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമ്മൾ പാടാണ് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈസി ആക്കി മാറ്റാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ആവശ്യം, ഇപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു 3-4 തവണയും കൂടി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ്. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനും കോൺഫിഡൻസോടെ പേടിയില്ലാതെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂകളും നമുക്ക് പറയാനില്ല. പക്ഷേ 7-8 ഭാവങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ നമുക്ക് എന്താണ് ബോഡി പെയിനുകൾ, അതേപോലെ ജോയിന്റ് പെയിനുകൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങൾ, നമ്മുടെ എനർജി ഭയങ്കര വീക്ക് ആവുന്ന ഒരു തോന്നൽ, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റൂല.
അടുത്ത നമുക്ക് സീനിയർ സിറ്റിസൺസ്, അതായത് 50, 60, 55 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊരു പ്ലാൻ ഉണ്ടെങ്കിലും അത് മാക്സിമം സിമ്പിൾ ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാക്സിമം ശ്രദ്ധിച്ച് ടേക്ക് കെയർ ചെയ്ത് മാത്രം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്, നമ്മളിപ്പോൾ അതിന് പോകണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പറഞ്ഞാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക, ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾ ഈ ടൈം നല്ലതെന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ടും മിഥുന രാശിക്കാരുടെ ഫലം എന്ന് പറയാം. കർക്കട രാശി, നമുക്കറിയാം പുണർതം കാല പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കട രാശി എന്ന് പറയാം അല്ലെ. അപ്പൊ കർക്കട രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 12ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വ്യാഴമാണ്. 6ാം ഭാവത്തില് സൂര്യന്, ബുധന്, ശുക്രന്, കുജൻ അല്ലെ, ഇവര് 4 പേരും കൂടി 6ാം ഭാവത്തിൽ നിൽക്കുന്ന സ്ഥിതിയാണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനോ കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ അന്വേഷിച്ച് നടന്നു, പക്ഷെ നമുക്കത് എന്താണ് കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളതിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോവുക എന്ന് പറയുന്നത് തുടക്കത്തില് ജനുവരി 15 വരെ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്നാൽ ജനുവരി 15 ശേഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യനും ബുധനും ശുക്രനും കുജനൊക്കെ ഓരോ ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രാശി മാറി മകര രാശിയിലേക്ക് വരുന്നുണ്ട് അല്ലെ. മകര രാശിയിലേക്ക് വരും എന്ന് പറയുന്നത് കർക്കിടകത്തിന്റെ 7ാം രാശിയിലേക്കാണ് വരിക എന്ന് പറയുന്നത്. അതായത് 6ാം രാശിയിൽ നിന്നും 7ാം രാശിയിലേക്ക് ഗ്രഹങ്ങളെ രാശി മാറി അല്ലെ മാറുന്നു. അപ്പൊ ആ ടൈമില് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അന്വേഷിച്ച് നടന്ന കാര്യങ്ങൾ, സ്ട്രഗിൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ റിസൾട്ട് കിട്ടി തുടങ്ങുന്ന ടൈം ആയിരിക്കും എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ നമ്മുടെ മണി ഫ്ലോയിലോ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ് അല്ലെ. ഇപ്പൊ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ നമ്മൾ ജനുവരി മാസത്തിൽ കൂടുതൽ അന്വേഷിക്കുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു, ബുദ്ധിമുട്ടുന്നു, പലരോട് ചോദിക്കുന്നു, അന്വേഷിച്ചു ഇന്റർവ്യൂസിന് പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു, കിട്ടുന്നില്ല, നമ്മളിങ്ങനെ അന്വേഷിച്ച് നമ്മൾ മട്ടക്കാനായിട്ടുണ്ടാവും. പക്ഷെ എന്താ, നമുക്ക് ജനുവരി 15 ശേഷം നമുക്കത് അനുകൂലമായി വരാൻ, നമ്മൾ ആ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അത് അന്വേഷിച്ച് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഒരു 65%, ഒരു 65% ആളുകളിലേക്ക് അതെന്താണ് എത്തിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ ജാതകം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ജോലി നിൽക്കുന്നവർക്ക് പ്രൊമോഷൻ, ഇതുവരെ എനിക്ക് എന്താ പ്രൊമോഷൻ കിട്ടാത്ത, എൻ്റെ ഒരു ടാലന്റ്, എൻ്റെ ഒരു കഴിവിന് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിന് ഇതിനു മുമ്പേ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത് എന്താണ് കിട്ടാത്ത എന്ന് ആദ്യമുള്ളവർക്ക്, ടെൻഷൻ ഉള്ളവർക്ക് ജനുവരി 15 ശേഷം ഒരു മാറ്റം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നമുക്ക് പറയാം. ബിസിനസ് കാര്യങ്ങളുമായാലും നമുക്ക് അങ്ങനെയാണ്, ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നു, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഇൻവെസ്റ്റേഴ്സ് തേടുന്നു, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ജനുവരി 15 ശേഷം നമുക്ക് എന്താണ് കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്ക് കൂടുതലായെന്ന് പറയുന്നത്. നമുക്ക് വരുമാന കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുമാനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താണ് അതിനനുസരിച്ച് ചെലവുകൾ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് അത്രയും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വരുമാനമുള്ള എന്നാണല്ലോ ചിലവ് പോകുന്നത്. വരുമാനം ഇല്ലാതെ അവിടെ ചിലവുണ്ടായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര സീനായിരിക്കും അല്ലെ. സോ നമുക്ക് എന്തായാലും വരുമാനം ഉണ്ടാവും, അതനുസരിച്ചുള്ള ചെലവുകൾ ഉണ്ടാവും. അതൊന്നും നമ്മൾ ടേക്ക് കെയർ ചെയ്ത അനുസരിച്ച് നമ്മൾ ആ ചെലവുകൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചെലവുകൾ വരാതിരിക്കാൻ നോക്കിയാൽ നടന്നു വരില്ല. പക്ഷെ ചെലവുകളെ വരുമ്പോൾ നമുക്ക് വേണ്ട വിധത്തിലേക്ക് മാറ്റുക. ഓക്കെ, നമുക്കൊരു അസറ്റായിട്ട് ചെയ്ത് വെക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് എന്താ മാറ്റിയെടുക്കാൻ സാധിക്കും. അവിടെ നമ്മുടെ ഫാമിലി ലൈഫ്, കുടുംബ ജീവിതമൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നമുക്കറിയാം നമ്മുടെ 2ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യാം അല്ലെ. 12ൽ വ്യാഴം, 6ല് കുജനും ബുധനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പൊ വിവാഹ കാര്യങ്ങൾ, പ്രണയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാസം എന്ന് പറയുന്നത് സൂപ്പറാണ്, നന്നായി ചേരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയബന്ധത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അത്ര സൂപ്പറായിട്ട് നമുക്കൊന്നും എടുത്ത് പറയാവുന്ന ഒരു മാസമല്ല ജനുവരി മാസം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ നോക്കുമ്പോൾ. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് നോക്കിയാലും കുടുംബത്തിലായാലും ഭയങ്കരമായിട്ട് സ്ട്രെസ്സൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുക, നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് അവിടെ ഭയങ്കരമായിട്ടൊരു എന്താണ് നമ്മളെ ബോധർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മാക്സിമം എക്സ്പെക്ടേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയും കൂടെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. പരസ്പര ഒരു ധാരണയോടെ ഈ ഒരു മാസത്തെ ഒന്നിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതൊരാളെ മനസ്സിലാക്കി ഒരാൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഒരാളെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ അത്ര ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി നിങ്ങൾ ആ മാസത്തെ അതനുസരിച്ച് എന്ത് ചെയ്യാം, ടേക്ക് കെയർ ചെയ്യുക. ഫാമിലി ലൈഫ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി ലൈഫ് എന്ന് പറയുന്ന ഈ മാസം എന്ന് പറയുന്നത്. ഓക്കെ, പ്രശ്നമുള്ള മാസം വരെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പോകണം. പ്രശ്നമില്ലാത്ത മാസം വരുമ്പോൾ നമ്മൾ ലാഭിഷായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ലൈഫ് പോവുക. ഇന്നത്തെ ഇവിടെ ഭയങ്കരമായിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ഉള്ളിൽ ഒതുക്കണം, ആ രീതിയിലല്ല പറയുന്നത്. മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്ത്രീകളെ കാര്യം എടുത്തു പറയാമെങ്കിൽ ഈ മാസം എന്ന് പറയുന്നത് മനസ്സിൽ ധാരാളമായ ദുഃഖങ്ങള്, സങ്കടങ്ങള്, മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത നമുക്ക് തള്ളി കറിയാൻ പറ്റില്ല.
നമുക്ക് നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നമ്മുടെ പങ്കാളിയോട് പോലും നമുക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. നമ്മൾ പല കാര്യങ്ങളും ഓർത്ത് ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റും, ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞാൽ അവർക്ക് കൂടി ദുഃഖമാവുള്ളൂ, സങ്കടമാവുള്ളൂ എന്നുള്ള ചിന്താഗതിയിലും തുറന്നു പറയാത്തവരുണ്ടാവും ഈ ഒരു മാസം പറയുന്നത്. സോ ആ ടൈം അതുകൊണ്ട് തന്നെ മനസ്സിലുമായിട്ടുള്ള അസ്വസ്ഥതകൾ, ദുഃഖങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ടും നമുക്ക് പറയാൻ പറ്റും ഈ മാസം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 6ാം ഭാവത്തില് 4 ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. സൂര്യന്, ബുധന്, ശുക്രന്, കുജന് എന്ന് പറയുന്നത്. അപ്പൊ മത്സര പരീക്ഷയിലോ മത്സരങ്ങളിലൊക്കെ നമുക്ക് എന്താണ് വിജയിക്കാനുള്ള പോസിബിലിറ്റി, അതിനുള്ള ഹാർഡ് വർക്ക് നമ്മൾ എടുക്കുകയാണ്, അതിനുവേണ്ടിയുള്ള പ്രാക്ടീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ചിന്തകളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 15-ന് ശേഷം നമുക്കത് റിസൾട്ടിലേക്ക്, നമുക്ക് ആ കോൺഫിഡൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് ജനുവരി 15 വരെ നമ്മൾ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുങ്ങുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നെങ്കിൽ 18-ാം തീയതി അല്ലെ 16-ാം തീയതി കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ 15, 14 കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എന്താണ്, നമുക്ക് അതിലോട്ടുള്ള റിസൾട്ടിലോട്ട് പോകാനും നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡായി വരാനും നമുക്കൊരു നല്ലൊരു ഫോക്കസ് മൈൻഡ് സെറ്റ് ഒക്കെ ബിൽഡായി വരാനൊക്കെ പോസിബിലിറ്റി കൂടുതലുള്ള മന്താണ് ജനുവരി മാസം എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അലർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ പനികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പറയാൻ, വയറ് സംബന്ധമായിട്ട് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായ വൈദ്യ പരിശോധന നടത്തും, മരുന്ന് കൃത്യമായിട്ട് സേവിക്കുക. നമുക്ക് ഏത് വിശ്വാസമുള്ള ഏത് മെഡിസിൻ ആണോ അത് ചെയ്യുക. അലോപ്പതിയെങ്കിൽ അലോപ്പതി, എന്താണ് ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധമെങ്കിൽ സിദ്ധവൈദ്യം, എന്താണ് നാച്ചുറോപ്പതി, ഇനി അതല്ല അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോക്ക്, യുനാനി തുടങ്ങി നമുക്ക് വിശ്വാസമുള്ള ട്രീറ്റ്മെന്റ് എന്താണോ അത് എടുക്കുക. അല്ല ഇന്ന ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ വിശ്വാസം എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള മരുന്ന്, അല്ലെങ്കിൽ ഇഷ്ടം മധുരം വെച്ച എല്ലാവരും ഹോമിയോ എടുക്കുന്നതല്ല, നമുക്ക് കഴിച്ച റിസൾട്ട് കിട്ടും എന്ന വിശ്വാസമുള്ള, എന്നാൽ വലിയ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത നോക്കി നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ, നമ്മുടെ ഉചിതമാണ്, നമ്മുടെ തൃപ്തിയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഹോമിയോ മരുന്ന് എല്ലാവർക്കും ചേരുന്ന മരുന്നല്ല, എല്ലാവർക്കും ആ മരുന്ന് കഴിച്ചു മാത്രം റിസൾട്ട് കിട്ടാറില്ല. ചിലവരുടെ ശരീരത്തിൽ ഹോമിയോ മരുന്ന് പിടിക്കാത്തതുണ്ട്, എന്നാൽ ചിലവർക്ക് പിടിക്കുന്നവരുണ്ട്, അവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നവരുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റെല്ലാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വിശ്വാസമുള്ള ട്രീറ്റ്മെന്റ് എന്താണോ അത് എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അത് മുഖേന നമുക്ക് ആ പ്രശ്നങ്ങൾ മാറ്റാം. വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, നമുക്കത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 65 അല്ലെങ്കിൽ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാസത്തിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് പോവാണ്, പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കാല് വെക്കുകയാണെങ്കിൽ ഈ മാസം നമ്മൾ പറയില്ല അത്ര അനുകൂലമാണെന്ന്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത്. ഒന്നെങ്കിൽ ഒന്ന് ബ്രേക്ക് പിടിക്കുക, അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാതെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി അത്രയും ടേക്ക് കെയർ ചെയ്ത് നമ്മുടെ കൂടെ അത്ര നല്ല ടീംസിനെ സെറ്റ് ചെയ്യുക. നമ്മളെ ദിക്കിലാണ് വിശ്വാസം അത്ര നല്ല ടീമിനെ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇപ്പൊ കർക്കിടക ആഴ്ചക്കാരെ സംബന്ധിച്ചാൽ ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്യുന്ന മാസമാണ് ജനുവരി മാസം എന്ന് പറയാം കേട്ടോ. നിങ്ങൾ അതനുസരിച്ച് വേണം ഈ ഒരു മാസം പ്ലാൻ ചെയ്യണം, അതനുസരിച്ച് വേണം മുന്നോട്ട് പോവാണ് എന്ന് പറയുന്നത്. ഓക്കെ, വ്യാഴം നമുക്ക് എന്ത് ചെയ്യണ്ട, ദൃഷ്ടി ചെയ്യുന്നുണ്ട് എങ്ങോട്ട്, നമ്മുടെ 5ാം ഭാവത്തിലേക്ക്. നമ്മുടെ 5-ലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും നിൽക്കുക എന്ന് പറയുന്നത് അല്ലെ. 5ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യണ്ട, വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. സോ ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വർഷത്തെ മൊത്തം നന്നായി പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാവുന്ന ടൈമാണ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇത് 6-ലേക്ക് 5ാം ഭാവത്തിൽ നിന്നും നമ്മുടെ 6ാം ഭാവത്തിലേക്കാണ് ഈ ഗ്രഹങ്ങളെല്ലാം രാശി മാറുന്നത് പറയുന്നത്. സോ 6-ലേക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 6-ല് എന്താണ്, ആദിത്യന്, ബുധന്, ശുക്രന്, ചൊവ്വ 4 പേര്. 7ാം ഭാവത്തില് രാഹു, 8-ല് ശനി, അഷ്ടമ ശനി അല്ലെ. അപ്പൊ 6, 7, 8 ഫില്ലായി ആ ഒരു കോമ്പിനേഷനിലായിരിക്കും, ആ രീതിയിലായിരിക്കും നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻസ് വരുന്നത് എന്ന് പറയുന്നത്. നമുക്ക് 11-ലാണ് നമ്മുടെ എന്താണ് വ്യാഴം വരിക എന്ന് പറയുന്നത്. 11-ന് വ്യാഴം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അവിടെ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു മാസം. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറച്ചുകൂടി അനുകൂലമാക്കി എടുക്കാൻ നമുക്ക് ജനുവരി ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ നമുക്ക് എന്താണ് അനുകൂലമാക്കി എടുക്കാനും നമുക്ക് ഒരു നല്ല രീതിയിൽ പോകുന്നേക്കണം. പക്ഷെ നിങ്ങളെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, നോർമലി നിങ്ങൾ ഈ ജനുവരി മാസം ജോലി സംബന്ധമായിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യേണ്ട ടൈമുകളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് തോന്നുന്നുണ്ടാവും ഞാൻ ഇത് ഇട്ടിട്ട് പോയാലോ, അല്ലെങ്കിൽ ഞാൻ ഇത് റിസൈൻ ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ ഇത് ഗീവ് അപ്പ് ചെയ്താലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ നോക്കേണ്ടത്
എത്താൻ പറ്റൂല. നിങ്ങളെ കൊണ്ട് ഒട്ടും നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. നിങ്ങൾ എന്താണ് ഫുള്ളി ടയർഡായി, ഫുള്ളി നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതുമായിട്ട് ഇനി മുന്നോട്ട് വരാൻ തോന്നിയാൽ മാത്രം അങ്ങനെ ഒരു വലിയ ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. നമ്മൾ ടൈം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജാഗ്രതയോടും ശ്രദ്ധയോടും പോകേണ്ട സമയമാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ നല്ല ശ്രദ്ധിച്ച് ജാഗ്രതയോടെ പങ്കാളിത്ത ബിസിനസ് സംഘം എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതല്ലാതെ പങ്കാളിത്ത സോളോ പാർട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടേക്ക് കെയർ ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ എല്ലാ രീതിയിലും നമുക്കിപ്പോൾ എത്താൻ പറ്റുന്നതിന് അതിന് നമ്മുടെ കണ്ണുകൾ എത്തുന്ന രീതിയിൽ എല്ലായിടത്തും സെറ്റ് ചെയ്യുക. കാരണം നമുക്ക് കൃത്യമായിട്ട് ഈ മാസം നല്ല ഇത് ടേക്ക് കെയർ ചെയ്ത് നല്ല ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം. എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും അത്ര നന്നായി ചെയ്യാൻ പറ്റുന്ന മാസമല്ല എന്ന് പറയുന്നത്. നമുക്ക് തോന്നും നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ റെസ്റ്റ് ആവശ്യമാണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. റെസ്റ്റ് വേണ്ടുമ്പോൾ നിങ്ങൾക്ക് അത്രയും പറ്റൂലെങ്കിൽ മാത്രം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ അത് ഗീവ് അപ്പ് ചെയ്തേക്കാം, അല്ലാതെ ഇതിന് റിസൈൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ജോലി രാജിവെച്ചേക്കാം എന്നൊക്കെ ഒരു ശ്രദ്ധയിലേക്ക് പോകാൻ അത്രയും പറ്റില്ലെങ്കിൽ മാത്രം ചെയ്യാം. ഫാമിലി റിലേറ്റഡുള്ള കാര്യം നോക്കുമ്പോൾ വിവാഹ കാര്യങ്ങൾ, പ്രണയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത്ര നല്ല ടൈം അല്ല എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിലായാലും നിങ്ങൾക്ക് പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. 7 രാഹു 8 ശനി. നമുക്ക് ഒരു കാര്യത്തിനും ഭയങ്കരമായിട്ട് ഓവർ ആവാതിരിക്കുക, ഓവർ സീരിയസ് ആയിട്ട് ഒന്നും എടുക്കാതിരിക്കുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത 1 2 ചൊല്ലിയുള്ള ചെറിയ വഴക്കുകളൊക്കെ മാക്സിമം ഒഴിവാക്കി വിടുക. ആരെങ്കിലും ഒരാൾ വേണ്ട എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വലിയ പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നും സ്വയം മനസ്സിൽ ചിന്തിച്ചൊന്ന് പിന്മാറാൻ നോക്കുക. ഓക്കെ, അല്ലാതെ അങ്ങോട്ടൊന്ന് എറിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ടൊന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കൂടുതൽ പ്രശ്നത്തിലേക്ക് മാറും. സോ അതൊന്ന് ആരെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു നോക്കുമ്പോൾ 11 വ്യാഴം നിൽക്കുന്ന സമയമാണ്. സോ നമ്മൾ പറഞ്ഞ പോലെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും നമുക്ക് ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിലേക്ക് ഒരു വരി നമുക്ക് കാണിച്ചു തരും വ്യാഴം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇത്രയൊക്കെ പ്രശ്നത്തിലുണ്ട് എന്നൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് പോരാനുള്ള ഒരു വരി നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കും കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞാൽ ഈ ജനുവരി മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ നല്ല മാസമാണ്. നല്ല ഇതിൽ കഠിനാധ്വാനം ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. പഠന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് പഠിക്കുക. ഹാർഡ് വർക്ക് നമുക്ക് എന്താണ് ശരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ വെരി ഹാർഡ് വർക്ക് യൂസ് ചെയ്യുക. അല്ലാതെ അവിടെ നിങ്ങൾ വേറെ സിമ്പിൾ ടെക്നിക്സോ അല്ലെങ്കിൽ ഭയങ്കര സ്മാർട്ട് സ്റ്റഡിയാണ് പറഞ്ഞ മെത്തേഡുകളോ ഇന്ന പോഷൻ വരില്ല ഇന്ന പോഷൻ വരും എന്നൊക്കെ നിങ്ങളുടെ ഒരു ചിന്തയിൽ ഇപ്പം നമ്മുടെ ഒരു ഗുരുനാഥന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അവർക്കറിയാം എവിടെ നിന്ന് എക്സാം വരും, എക്സാം പാറ്റേൺ. അല്ലാതെ നമുക്ക് സ്വയം തോന്നും ഇന്ന ഏരിയ ഞാൻ പഠിക്കുന്ന ഏരിയ എന്നോ ചോദ്യം വരണം, ഇന്ന ഏരിയ എന്ന് വരില്ല, അല്ലെങ്കിൽ പുസ്തകം തുറക്കുമ്പോൾ ഇന്ന ചോദ്യം വരും എന്നാണ് ആ രീതി പഠിക്കും. അതല്ലാതെ ഫുൾ സിലബസ് തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും നല്ല ടേക്ക് കെയർ ചെയ്യേണ്ട ടൈം തന്നെയാണ് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഡ്രൈവിങ്, യാത്ര കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യാം. ഒരു 55-60 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഒത്തിരി പ്ലാൻസ് ഉണ്ടാവും, കുറെ ഐഡിയാസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും പറയുകയാണെങ്കിൽ ഈ ടൈമിൽ അതൊക്കെ നമ്മളൊന്ന് കൈവെക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വേണ്ടത് ഈ ടൈം എന്ന് പറയുന്നത് സമാധാനവും നല്ല ആരോഗ്യവുമാണ്. സോ ഈ 2 കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, എന്താണ് സമാധാനവും ആരോഗ്യം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. സോ ഇതിന് രണ്ടിനും എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഓവറോൾ ചിങ്ങരാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. നമുക്കൊരു സമ്മിശ്ര ഫലമായിട്ട് വേണമെങ്കിൽ എടുക്കാം ഈ ഒരു മാസത്തെ എന്ന് പറയുന്നത്. അപ്പൊ കന്നി രാശിക്കാർക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ജനുവരി മാസം എങ്ങനെയുണ്ട് നോക്കാം. നമുക്കറിയാം ഉത്തരമുക്കാൽ അത്തം ചിത്ര അരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നി രാശി എന്ന് പറയും അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ശരിക്കും സന്തോഷിക്കാവുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒന്ന് നമ്മുടെ ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ കന്നി രാശിയെ സംബന്ധിച്ച് നോക്കാം. നമ്മുടെ 4ാം ഭാവത്തിലാണ് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ അല്ല, ഈ 4 ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ 7ാം ഭാവത്തില് എന്താണ് ശനി, 10ല് വ്യാഴം. 10ലെ വ്യാഴം 2ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരിക്ക് പകുതിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ട, 4ൽ നിന്നും 5ലേക്ക് എന്ത് ചെയ്യേണ്ട ഗ്രഹങ്ങളിലെല്ലാം രാശി മാറുന്നുണ്ട്. ആരൊക്കെ? സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, പിന്നെ 4 വരും. സോ
ഇവിടെ നമ്മൾ മീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ശരിക്കും കേന്ദ്ര ത്രികോണങ്ങളിലൂടെ ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയും നമുക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ശരിക്കും നല്ലൊരു മാസമായിട്ട് നമുക്ക് എടുത്തു പറയാം കന്നിരാശിക്കാർക്ക് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോണം. ഈ മാസം എന്ന് പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നീക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. നല്ല മാസങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, കറക്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ക്രിയ ചെയ്തില്ലെങ്കിൽ, നല്ല സമയം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പാടായിരിക്കും. സോ ആ നല്ല സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോശ സമയത്ത് നമുക്കത് ഉപകാരപ്പെടും. സോ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കാം. തൊഴിൽ സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള യോഗം, തൊഴിൽ പ്രൊമോഷൻ കിട്ടാനുള്ള യോഗം, ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് നടത്താവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എന്നൊക്കെ നമുക്ക് അനുകൂലമായിട്ട് കാണുന്ന സമയം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക വരവ് നമുക്ക് പ്രതീക്ഷിക്കാം, സാമ്പത്തിക ചെലവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഈ ഒരു 2026 ജനുവരി മാസം എന്ന് പറയാം. ഇനി നമുക്ക് കുടുംബചിന്തനം ഫാമിലി റിലേറ്റഡ് ആയി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 10ലാണ് വ്യാഴം ചിന്തിച്ച് എന്ന് പറയുന്നത്. ആ 10ലെ വേറെ ഞാൻ പറഞ്ഞു 2ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. സോ മാസത്തിന് പകുതിക്ക് ശേഷം വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാവുന്നതാണ്. അതിനുള്ള അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടാവും. 7ലെ ശനി നമുക്ക് കുറച്ച് ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മറികടന്ന് ഓവർകം ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് വലിയ സീരിയസ് ആക്കി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പ്രണയത്തിലുള്ളവർക്കായാലും അതിൽ കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് ഒരു സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് പരിഹരിച്ച് മുന്നോട്ടൊക്കെ പോകാവുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയാമെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുടുംബത്തിലായാലും കൂടുതൽ സ്നേഹം സന്തോഷങ്ങളൊക്കെ കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഇതുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഭർത്താവ് കേൾക്കണമെന്ന് ഒരു വാശിയുണ്ടെങ്കിൽ അത് ഈ ഒരു മാസത്തിൽ നടന്നെന്ന് വരില്ല. അതിനിച്ചിരി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിനിച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതും വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇതുവരെ പോകുന്നത് എങ്ങനെയാണോ അതുവരെ മുന്നോട്ട് പോകാൻ നോക്കുക, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാമെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അക്കാഡമിക് സക്സസിന് അനുകൂലമായിട്ടുള്ള ഒരു പാൻറ്ററി പൊസിഷനിലാണ് ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്ന. സോ നമ്മൾ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂല അവസ്ഥയാണ്. നല്ലൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു പഠനത്തിലേക്ക് നമുക്ക് എടുക്കാൻ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് അത് അനുകൂലമായി കാണുന്ന ടൈം തന്നെയാണ്. നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വലിയ ടൈം അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് ഇത്തിരി കാലത്തേക്ക് നിൽക്കേണ്ട പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി വൈദ്യ പരിശോധനയിലൂടെ അത് മാറിയും പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിലുള്ള ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആക്ഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം, തമാശ രീതിയിലായാലും നമുക്ക് ആക്ഷൻ മന്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജനുവരി മാസത്തെ കാണാം കന്യരാശിക്കാർക്ക് കേട്ടോ. ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർക്കായാലും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നടത്താം. ഇപ്പൊ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വാങ്ങാം. ഇനി അതല്ല സ്ഥലം വീതം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വീതം വെക്കാം. ഇനി ഒരു വീട് വെക്കണം, സ്ഥലത്ത് ഒരു വീട് വെക്കണം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വീട് വെക്കാം. ഇനി ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വാഹനം വാങ്ങാം. ഇനി അതല്ല സന്താനങ്ങൾക്ക് ഒക്കെ സ്ഥലം കൃത്യമായിട്ട് വീതം വെച്ച് നൽകണം എന്നൊരാഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം. അല്ല ഒരു ഹാപ്പി മന്തായിട്ട് നമുക്ക് എന്ത് തരാം ഈ ഒരു മാസത്തെ കാണാട്ടോ. പൊതുവെ കന്യരാശിക്കാർക്ക് ശരിക്കും നമുക്കൊരു അനുകൂലമായ അവസ്ഥയിലേക്ക് നല്ലൊരു ഇതിലേക്കാണ് വരുന്നതെന്ന് പറയുന്നത്. സോ നമ്മളെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ തുലാരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു മാസം, അതായത് ഈ വർഷത്തിന് തുടക്കമാണ് തുലാരാശി എന്ന് പറയുന്നത് അല്ലെ. ചിത്തിര ചോതി വിശാഖം മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയാം. ഈ തുലാരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ 6ാം ഭാവത്തിലാണ് ശനി നിൽക്കുക എന്ന് പറയുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴവും, അതുപോലെ തന്നെ നമ്മുടെ മാസത്തിന് തുടക്കത്തില് 3ല് സൂര്യന് കുജന് ബുധന് ശുക്രനും. അത് മാസപ്പകുതിക്ക് ശേഷം, അതായത് നമുക്ക് ജനുവരി 15 എടുക്കാം. അപ്പം 14, 15, 16, 17 എന്താണ് എല്ലാ ഗ്രഹങ്ങളും മകരരാശിയിൽ, അതായത് തുലാരാശിക്ക് 4ാം രാശിയിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. ശരിക്കും നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ജനുവരി 15 ശേഷം നമുക്ക് എടുക്കാം. അതായത് മാസപ്പകുതിക്ക് ശേഷമാണ് നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഒരു സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു സഹായമായിട്ട് കിട്ടുക എന്ന് പറയുന്നത്. നമുക്ക് 3ാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുമ്പം നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടുക, നല്ല നല്ല പുരോഗതികൾ, അല്ലെങ്കിൽ നല്ല നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഹെൽപ്പ് കിട്ടുക, സഹായങ്ങൾ കിട്ടുക, നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ആളുകളെ കാണാൻ സാധിക്കുക, ഇതിനൊക്കെ യോഗം പറയാം. എന്നാലും നമുക്ക് ആ മാസപകുതിക്ക് ശേഷം കുറച്ചുകൂടി നമുക്കൊരു അനുകൂലമായ അവസ്ഥ
നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുകയാണ്, കുറച്ച് കാലമായിട്ട് നമ്മൾ അന്വേഷണം നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസപകുതിക്ക് ശേഷം ആ ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ റിസൾട്ട് നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇതുവരെ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ലെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് പ്രോബബിലിറ്റി എന്താണ് കൂടുതലായിട്ടുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ് പുരോഗതികളൊക്കെ പ്രതീക്ഷിക്കാൻ നമുക്ക്, പക്ഷെ എന്താണ് പെട്ടെന്ന് അങ്ങാവില്ല, കുറച്ച് ഡിലേ കുറച്ച് താമസങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യത നമുക്ക് ഈ ഒരു മാസം തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ പുരോഗതികൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സഹായങ്ങളൊക്കെ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗം, കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനുള്ള യോഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജനുവരി 2026 പറയാവുന്നതാണ് തുലാരാശിക്കാർക്ക് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ കുടുംബം ഫാമിലി ലൈഫൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വിവാഹമൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിവാഹത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാൻ, വിവാഹ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനൊക്കെ അനുകൂലമായ മാസമാണ് എന്ന് പറയുന്നത്. അതിൽ പ്രണയത്തിലുള്ളവർക്ക് അത് വിവാഹത്തിലേക്ക് മാറ്റാനൊക്കെ നല്ല സമയമാണ്. അതേപോലെ തന്നെ നല്ല ജീവിത പങ്കാളിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു ഐക്യം, രമ്യമായി പോവുകള്, അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ ഒരു സമാധാന അവസ്ഥ, ഒരു സന്തോഷമായ ഒരു ചുറ്റുപാടുകളൊക്കെ നമുക്ക് ചുറ്റും വരുന്നൊരു സാഹചര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയുകയെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും പല സമയത്തും നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതെന്താണ് മറ്റുള്ളവരിൽ നിന്ന് അംഗീകരിക്കുക. ഇപ്പം ജോലിക്കും വീട്ടിലെ ജോലി കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പുറത്തുനിന്നുള്ള റെക്കഗ്നൈസേഷൻ കൂടി കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾ ഒരു ഹോം മേക്കർ മാത്രമാണ്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നൊരു കുടുംബസ്ഥ ആയെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് നല്ലൊരു അപ്രിസിയേഷൻസ് കിട്ടുക, ഓരോ ചെറിയ ഗിഫ്റ്റുകൾ കിട്ടുക, നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് നിമിഷങ്ങൾ എന്താണ് ഈ ഒരു ജനുവരി മാസത്തിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. സോ പഠന റിലേറ്റഡ് ആയ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പ്ലാനുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന ശരിക്കും നല്ല നേട്ടങ്ങളെയും നല്ല വിജയങ്ങളെയും നമുക്ക് എന്താണ് നേടാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ജനുവരി 2026 എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് എടുത്ത് നമ്മളെ ആരോഗ്യാവസ്ഥ നമുക്ക് നോക്കാം അല്ലെ. ആരോഗ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ നല്ലൊരു ആരോഗ്യം ഉള്ളൊരു സ്ഥിതിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മളാൽ പോയി ചെറിയ അപകടങ്ങൾ പിടിച്ചു വരുത്താൻ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ മറ്റു തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാത്തൊരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. അടുത്തൊരു സീനിയേഴ്സ്, അതായത് ഒരു 55, 50, 60 വയസ്സ് മുകളിലേക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കൊരു ഒരു അല്ലെങ്കിൽ ഒരു യുവത്വം തിരിച്ചു വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി എനർജി, ഒരു നല്ലൊരു ഉന്മേഷം കിട്ടുന്ന ഒരവസ്ഥ, നമുക്ക് കുറച്ചുകൂടി എന്താണ് ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥ, നമുക്ക് കുറച്ചുകൂടി നന്നായി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താണ് മൊത്തത്തിലൊരു സന്തോഷം, അതിപ്പോ ആരോഗ്യത്തിന്റെ സ്ഥിതിയിലും കുടുംബത്തിന്റെ റിലേറ്റഡ് ആയിട്ട് നോക്കിയാൽ ഇതിനൊക്കെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സന്തോഷം, ഹാപ്പിനെസ് നിറഞ്ഞ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ചുറ്റുണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള മാസമാണ് ഈ 2026 ജനുവരി മാസം എന്ന് പറയുന്നത്. ഓക്കെ, വൃശ്ചിക രാശി. വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിരവും തൃക്കേട്ടയോട് ചേർന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈമില് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഗ്രഹസ്ഥിതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൃശ്ചിക രാശിക്ക് നമ്മുടെ 2ാം ഭാവത്തിലാണ് സൂര്യനും കുജനും ബുധനും ശുക്രനും കൂടി എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മാസപ്പകുതിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്രഹങ്ങളെല്ലാം കൂടി 3ാം ഭാവത്തിലേക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 4ാം ഭാവത്തിൽ രാഹുവും 5ൽ ശനിയും 8ൽ എന്താണ് വ്യാഴവും സ്ഥിതി ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജോലി അന്വേഷിക്കുക, ഒരു തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ കുറച്ച് നാല് പരിശ്രമിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം അത് പരിശ്രമത്തിന്റെ ഫലം കാണുക, തൊഴിൽ നേട്ടം, തൊഴിൽ ഭാഗ്യം, തൊഴിൽ സിദ്ധി ഒക്കെ പറയാവുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ വരുമാന കാര്യത്തിൽ ചിന്തിക്കുമ്പോഴും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വരുമാന സ്ഥിതി ഈ ഒരു ടൈമിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ മൈൻഡില് നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് കുറച്ച് ഫിയർ, ഒരു പേടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പേടി കാരണം എന്താണ്, മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവും അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ പോകാവുന്ന ഒരു മാസമാണ് ജനുവരി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത നിമിത്തം എന്തുണ്ടാവും, അവിടെ ഒരു പേടി ഉണ്ടാവും. ഉള്ളിൽ പേടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടുമോ?
സ്വസ്ഥത കിട്ടൂല. അയ്യോ നാളത്തേക്ക് എന്താണ്, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ, ഇപ്പൊ എങ്ങനെ പോകണം, ഇവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഈ കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടായാൽ മനസ്സിന് ഒരു ദുഃഖമായി മാറാനൊക്കെ സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മാസത്തെ കൃത്യമായിട്ട് നിങ്ങളിപ്പോ ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് ജോലി അന്വേഷിച്ചാൽ കിട്ടുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ജോലിയിലുള്ളവർക്കാണെങ്കിൽ നന്നായി പരിശ്രമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പുരോഗതിയിലേക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു മാറ്റം കൊണ്ടുവരാനോ നിങ്ങൾക്ക് സാധിക്കും. അവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. കാരണം പേടിച്ചെന്നോർത്തൊരു കാര്യം നടക്കണ്ടായെങ്കിൽ നടക്കാതിരിക്കില്ല, അല്ലെ? അപ്പൊ നമ്മൾ ഒരു മാസം മനസ്സിലായി ഇങ്ങനെയാണ് സ്ഥിതി, അപ്പൊ നമ്മളവിടെ ഓവർ ഫിയർ കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ അനാവശ്യമായ ഭയം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവും, നമ്മൾ എന്താണ് അൺബാലൻസ്ഡ് ആയി മാറും. സോ അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, വരുമാനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാവുന്ന ഒരു മാസം തന്നെയാണ് ജനുവരി 2026 എന്ന് പറയുന്നത്. സോ ആ കാര്യത്തിന് ടെൻഷൻ മാറി. അടുത്ത കൂടുതലായിട്ട് ആളുകൾക്ക് വരുന്നൊരു ഡൗട്ടാണ് കുടുംബം അല്ലെങ്കിൽ കുടുംബ ജീവിതം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. നമുക്കിവിടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എന്താണോ ഉള്ളത് അതേ രീതിയിൽ അങ്ങ് പോകുന്ന അവസ്ഥയായിരിക്കും ഇതെന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിവാഹത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തവണ നന്നായി അന്വേഷിക്കുക, ടൈം നന്നായി അന്വേഷിക്കുക. നമുക്ക് എന്തൊക്കെ മാർഗത്തിലൂടെ അത് അന്വേഷിക്കാൻ പറ്റും അതൊക്കെ ചെയ്യും. ഇപ്പം നമുക്കറിയാം മാട്രിമോണി സൈറ്റുകളുണ്ട്, ആപ്പുകളുണ്ട്, ബ്രോക്കർമാരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോട് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എന്താ മാക്സിമം അതിന് വരാനുള്ള പോസിബിലിറ്റി കൂട്ടുക, വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം നന്നായി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വിവാഹത്തിനുള്ള പങ്കാളിയൊക്കെ നമുക്കെന്ന് ലഭിക്കുന്ന ടൈം തന്നെയാണെന്ന് പറയുന്നത്. കാരണം നമ്മൾ 2ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങളോട് ഒന്നിച്ച് നോക്കുന്ന സമയമാണ്. ഇവിടെ നമുക്ക് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കപ്പിൾസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴൊക്കെ ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ചില സമയത്ത് അവരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, ചില സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് സങ്കടം, അല്ലെങ്കിൽ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് വരിക, അല്ലെങ്കിൽ ഒന്ന് കാണുന്ന ഒരു ഇമോഷൻ പെട്ടെന്ന് അടുത്ത ഇമോഷനിലേക്ക് മാറുക. അത് നിമിത്തം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റും. കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭാര്യ, ഭർത്താവ്, കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ജനുവരി മാസം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ വേറൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു നോക്കിയിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അനാവശ്യമായിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ടൊരു കലകലിത അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ അതിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ശ്രമം നമുക്ക് നല്ലതാണ്. പക്ഷെ ഒരു അത്യാവശ്യം കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഒരു പിണക്കങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നേ. കാരണം എപ്പോഴും സുഖമായിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. അപ്പൊ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് എപ്പോഴും ഇടയ്ക്കൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം, അത് നിങ്ങൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്താണ് ഇഷ്യൂസ് ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചൊരു മാസം എടുത്ത് പറയുമ്പോഴും കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. കുടുംബത്തിലുള്ള മറ്റുള്ള അംഗങ്ങൾക്കുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് കുടുംബാവശ്യങ്ങൾ കൂടുന്ന ഒരു ടൈമായിട്ട് നമുക്കിത് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വർക്ക് ലോഡൊക്കെ കൂടുന്ന അവസ്ഥയും നമുക്ക് തള്ളി കളയാൻ പറ്റൂല. അടുത്തെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലൈഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് നല്ല ടൈം തന്നെയാണ്. പക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ ഇഷ്യൂസ് ഈ ഒരു ടൈം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ കാരണം നമുക്ക് പഠനത്തിൽ ഫോക്കസ് ഇല്ലാതെ വരിക, കോൺസെൻട്രേഷൻ ഇല്ലാതെ വരിക, അത് മാത്രമാണ് പ്രശ്നം. അല്ലാതെ നിങ്ങളെ പഠനത്തിന് പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അതിന് അനുകൂലമായ മാസം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ആരോഗ്യം, അല്ലെ? ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ 4ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യണം, 5ല് ശനി സ്ഥിതി ചെയ്യുന്നു, അതേപോലെ 8ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. നമുക്ക് വയറ് സംബന്ധമായിട്ട്, കാല് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇത് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഇറിറ്റേഷൻസ്, എന്തിനൊക്കെ ചെറിയ സ്മോൾ ഡിസീസുകൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുക, മുട്ടുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, യാത്രകളൊക്കെ പോകുമ്പോൾ അത് സേഫായിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത് നമ്മുടെ ഒരു 50-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം അത്ര നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനൊന്നും വലിയ ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തു വെക്കുക അത്ര അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ നമുക്കൊരു ആത്മീയമായ യാത്ര പോകണം,
അത് അനുകൂലമാണ്. ക്ഷേത്ര ദർശനങ്ങളൊക്കെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം നോളജ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. നമ്മുടെ വീട്ടിലുള്ള ആളുകളെയൊക്കെ കാണണം, അത് കുടുംബാംഗങ്ങളെ ബന്ധുക്കളെയൊക്കെ കാണാൻ പോകണം, അതിന് പോകാൻ സമയമാണ്. യാത്രകൾ പോകാൻ സാധിക്കുന്ന സമയമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. നിങ്ങളൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വലിയൊരു പ്രൊജക്റ്റിലേക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ശ്രദ്ധിച്ച് നന്നായി ടേക്ക് കെയർ ചെയ്ത് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് മാത്രം അതിനൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് സൈഡ് അത്ര നല്ലതായിട്ട് നമ്മൾ പറയുന്നില്ല ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫണ്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അത്ര അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ ടൈമിൽ കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. കാരണം ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് അതിൻ്റെതായ അറിവുകൾ അതിലില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഗൈഡൻസ് കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ആ വലിയൊരു നഷ്ടത്തിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ ധനുരാശിക്കാർ അല്ലെ, ഇപ്പൊ മൂലം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം നോക്കുമ്പോൾ നമ്മുടെ വ്യാഴത്തിന്റെ ദൃശ്യം എന്താണ്, ധനുരാശിയിലേക്ക് ഡയറക്റ്റ് വരുന്നുണ്ട് അല്ലെ. നമ്മുടെ 7ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ജന്മത്തില് ആരൊക്കെയാ നിൽക്കുന്നത്, സൂര്യന്, കുജന്, ശുക്രന്, ബുധന് അല്ലെ. നമ്മുടെ രാശിനാഥൻ ആരാണ്, വ്യാഴം. ആ വ്യാഴം എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുന്നുണ്ട്, ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ 4ാം ഭാവത്തില് ശനിയും നമ്മുടെ 7ാം ഭാവത്തിലാണ് വ്യാഴസ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. അതായത് കേന്ദ്ര ഭാവങ്ങളിലാണ് എന്താ വ്യാഴസ്ഥിതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാസപകുതിക്ക് ശേഷം സൂര്യനും ബുധനും ശുക്രനും കുജനും എന്ത് ചെയ്യുന്നുണ്ട്, 2ാം ഭാവത്തിലേക്ക്, 2ാം രാശിയിലേക്ക്, അതായത് മകരരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. ഓക്കെ, 2 പൊസിഷനിൽ നിൽക്കുമ്പോൾ കാരണം 2 നല്ല പൊസിഷൻസ് ആണ് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, അല്ലെങ്കിൽ ബിസിനസ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമുക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, ജോലി മാറണമെന്നുണ്ട്, അല്ലെങ്കിൽ ജോലി എനിക്കിപ്പോൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറി ചിന്തയുണ്ട്, ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻസിലേക്കാണ് നിൽക്കുന്നത്. അതിനെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന സമയത്താണ് ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു മാസമാണ് നമ്മുടെ ജനുവരി മാസം എന്ന് പറയുന്നത്, 2026 എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. നമ്മുടെ പരിശ്രമങ്ങൾക്ക് അല്ല എന്താണ് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. വരുമാന കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുമാനങ്ങളൊക്കെ വർദ്ധിക്കാവുന്ന, അല്ലെ വരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്ന മാസമായിട്ട് നമുക്ക് പറയാം. സോ തൊഴിലൊക്കെ ഇല്ലാതെ നിൽക്കുന്നവർക്ക് തൊഴിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ തൊഴിലൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. നമ്മളുടെ പരിശ്രമം കൂടെ എന്താണ് ആവശ്യമാണ് മനസ്സിലാക്കുക. കാരണം നമുക്ക് എന്ത് ഫലമുണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനമില്ല നമ്മുടെ പരിശ്രമം ഇല്ലെങ്കിൽ. ഓക്കെ, നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എത്ര നല്ല സമയമായാലും നമുക്ക് അനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുള്ളൂ. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. സോ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ആദ്യം നമ്മൾ ചെയ്യുക, എന്നിട്ട് ബാക്കി ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യുക, അർപ്പിക്കുക. ഓക്കെ, അതേപോലെ തന്നെ കുടുംബജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് വിവാഹ യോഗം പറയാവുന്ന സമയമാണ്. അതിനൊക്കെ യോഗം പറയാവുന്ന സമയമാണ്. കുടുംബകാര്യങ്ങളിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും കുറച്ചുകൂടി ഒരു രമ്യമായിട്ട് പോവുക, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, സന്തോഷമായ ചുറ്റുപാടുകൾ കുടുംബത്തിലുണ്ടാവുക, സമാധാനം കളിയാടുക, ഇതിനുള്ള ടൈമാണ്. പ്രണയ ജീവിതത്തിലായ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരായാലും നിങ്ങൾക്കും പരസ്പരം മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നല്ല പരസ്പരമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇവിടെ കപ്പിൾസ്, അതായത് ഭാര്യ ഭർത്താക്കന്മാരായാലും ഇങ്ങനെ റിലേഷൻഷിപ്പിലുള്ളവർക്കായാലും അനുകൂലമായ അവസ്ഥയാണ്. കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ നമ്മുടെ ധനുരാശിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും യോഗം കാണുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ, ഈ ഒരു മാസം എന്ന് പറയുന്നത്. അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയാം, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് വർക്ക് ലോഡൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ചില സമയത്തുണ്ട് നമുക്ക് എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും അതിനൊരു ഫലം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് എന്താണ് നിരാശയായിരിക്കും. എന്നാൽ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് അതിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമായിരിക്കില്ലേ, അല്ലെ, ഒരു ഹാപ്പി ആയിരിക്കില്ലേ. അതൊക്കെ ഈ ഒരു വർഷം ഈ മാസത്തിൽ നമുക്ക് കിട്ടാനുള്ള യോഗം പറയാവുന്നതാണ് കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കാം. ഇതിനൊക്കെ ഉപരി നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ സ്കില്ല് പഠിക്കണം കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അത് പഠിക്കാൻ ഇതുവരെ ചേർന്നിട്ടൊന്നുമില്ല, അല്ല അത് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു മാസം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ, പുതിയ സ്കിൽസ് ഒക്കെ പഠിച്ചെടുക്കാനൊക്കെ
പറ്റുന്നൊരു ടൈമാണ് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് പറയാം, ഞാൻ അതല്ല നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനു വേണ്ടി പരിശ്രമിച്ച് ഈ ഒരു മാസത്തിൽ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ്, നമ്മുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ശനിയാണ്. സോ അവിടുത്തെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളാതെ നമുക്ക് വേറെ തരത്തിൽ വലിയ മേജർ ഇഷ്യൂസ് ഒന്നും നമുക്ക് പറയാനില്ല. യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ള മേജർ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു മാസം തന്നെയാണ് ജനുവരി 2026 എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ സീനിയേഴ്സ് ഒരു 50-60 വയസ്സൊക്കെ മുകളിലേക്കുള്ളവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല ഒരു ആരോഗ്യാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന സമയമാണ്. ഒരു പുതിയ ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു എന്താണ്, ഒരു പുതിയൊരു മേഖലയിലേക്ക് നിങ്ങൾക്കൊന്ന് പോകണം എന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പുതിയ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അതിനെ എന്താണ് സക്സസ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നേടാൻ വേണ്ടി പോകണം എന്ന് ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ചെയ്യാവുന്ന നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാവുന്ന സമയം തന്നെ. കാരണം പരിശ്രമങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2026 എന്ന് പറയുന്നത്. സോ തുടക്കം തന്നെ നമുക്ക് എന്താണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു സന്തോഷമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കും. മകരരാശിക്കാർ ഉത്രാടം, മുക്കാള്, തിരുവോണം, അവിട്ടമര അടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയും അല്ലെ. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ഗ്രഹസ്ഥിതിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ 12ാം ഭാവത്തിലാണ് മാസത്തിന്റെ ആദ്യത്തില് എന്ത് ചെയ്യുക ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യാതെ. സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ ഈ 4 ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നത് മകരൻ രാശിയുടെ 12ാം രാശി അതായത് ധനുരാശിയിലാണ് ഒരു ജനുവരി പകുതിയോടെ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ജന്മത്തിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ 3ലാണ് ശനി സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. 2ാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു. 8ൽ എന്താണ്, കേതു സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ടൈമില് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫിനും കഴിഞ്ഞും കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹാഫ് ആയിരിക്കും. സോ ഫസ്റ്റ് ഹാഫിലും നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യത്തിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെക്കൻഡ് ഹാഫിലേക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള യോഗമുണ്ട്. സോ ഈ ടൈമിൽ ശരിക്കും നിങ്ങൾ ഈ മാസം നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസമായിട്ട് പറയാം ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ചിന്ത കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമം എന്താണോ, ഇപ്പൊ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ആ ജോലി ലഭിക്കാനുള്ള യോഗം നമുക്ക് ഇതിന് പറയാം. ബിസിനസ് കാര്യങ്ങൾ നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റിന് പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാസമായിട്ട് പറയാം ഈ ടൈം എന്ന് പറയുന്നത്. സോ സാമ്പത്തികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ നേടാൻ പറ്റുന്ന സമയമായിട്ട് നമുക്ക് പറയാം. പെട്ടെന്ന് അതായത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചെടുക്കാവുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ഒരു ജനുവരി മാസത്തെ കാണാൻ സാധിക്കും. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. സോ ഇനി കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ അത്രയും അടിപൊളിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും വിവാഹ കാര്യങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്ന് അത്ര അല്ലെങ്കിൽ അതിന്റെ ടൈം ഒത്തിരി വരുന്നുള്ളവർക്ക് ഈ ടൈം ചെയ്യാവുന്നതാണ്. പക്ഷെ 2ലെ രാഹു 8ലെ കേതും അതുപോലെ വ്യാഴദൃഷ്ടി ഇല്ലാത്തതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കും നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയായി വരാനുള്ളത് അല്ലെങ്കിൽ അതൊന്ന് എന്താണ് സെറ്റായി വരാൻ വേണ്ടി. സോ അതിൻ്റെ കുറച്ച് ടൈംസ് എടുക്കുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അത് മാത്രമല്ല നമുക്ക് ആ വിവാഹം കുറച്ച് നന്നായി അന്വേഷിച്ച് നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രണയ ജീവിതത്തിലായ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ പല കാര്യങ്ങളെ സംസാരിച്ച് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അത് പ്രണയങ്ങളെ മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ പ്രസന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് സംബന്ധമായിട്ടുള്ള വർത്തമാനം, അത് സംബന്ധമായ ചിന്തകൾ ഈ സമയത്ത് ഈ ഒരു മാസത്തിൽ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രണയങ്ങൾക്കായാലും ഇനി എന്താ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കായാലും നിങ്ങൾക്ക് കൃത്യമായൊരു സൊല്യൂഷൻ, അതായത് തീരുമാനം എടുക്കേണ്ട ഒരു മാസമായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാം, അല്ലെങ്കിൽ വേണ്ട നോ എന്ന രീതിയിൽ നിങ്ങൾക്ക് പോകുന്ന ടൈമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. സോ അതിന് കൃത്യമായൊരു തീരുമാനം എന്താണെന്ന് എടുക്കുക. അപ്പൊ പ്രണയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പരസ്പരം സംസാരിച്ച് എന്താണ് ചെയ്യേണ്ടത്, മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഭാര്യ ഭർത്താക്കന്മാരെ ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കൃത്യമായിട്ടൊരു അനുകൂലമായിട്ടുള്ള ഉത്തരം സെലക്ട് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, ഒന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നോ. നിങ്ങൾ ഒത്തിരി വൈകിപ്പിക്കാതെ ആ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. അതിന് എന്ത് ചെയ്യുക, അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് അതിന് ചെയ്തിട്ട് ശേഷം കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഓക്കെ, അടുത്ത നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു സ്വസ്ഥമായിട്ടുള്ള അവസ്ഥ. നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്.
അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് സമാധാനം, നമുക്ക് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് ഒരു അപ്രീഷിയേഷൻസ്, നമുക്ക് ചെറിയ രീതിയിലായാലും ഒരു സന്തോഷം, നമുക്ക് നല്ല വാർത്തകൾ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്ന് കേൾക്കുക, ഇതൊക്കെ കേട്ടാനുള്ള യോഗം ഈ ഒരു മാസത്തിൽ പറയാൻ പറ്റും. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു മാസം സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാസത്തിന് ഒരു പകുതിക്ക് ശേഷം നമുക്ക് അനുകൂലമായ അവസ്ഥയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്ന നല്ല സമയങ്ങളാണ്. നമ്മൾ എഴുതിയെടുക്കാത്ത പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾ പേപ്പർ എഴുതി നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2-ലെ രാഹുവും 8-ലെ കേതും കൂടി എന്ത് ചെയ്യും, ചെറിയ ചെറിയ അലർജി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ചെറിയ ബോഡി പെയിനുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത, ഓവർ തിങ്കിങ്, അതേപോലെ തന്നെ സ്ട്രെസ്, അതിനാവശ്യമായ ഭയം ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് അതിനു വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം. മെഡിറ്റേഷൻസ്, നമ്മുടെ ഫുഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൃത്യമായി മനസ്സിലാക്കുക, അതിനെ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും. അടുത്ത സീനിയേഴ്സ് 50-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എങ്ങനെയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് വലിയ തരത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, വലിയ ആരോഗ്യമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ കൃത്യമായ നമ്മുടെ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. എന്നുവെച്ചാൽ ഇതുവരെ ആരോഗ്യമൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ഫിറ്റാണ്, നല്ല സെറ്റായിട്ടുള്ള ബോഡിയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇതൊക്കെ ആണെങ്കിലും ഈ ഒരു മാസത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ നല്ല ശ്രദ്ധിക്കുക, നമ്മൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തെടുക്കാവുന്ന ടൈമാണ്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് ചെയ്യണം വേണോ എന്ന ചിന്തയിലൊക്കെ ആണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് അതിലേക്കൊക്കെ എന്ത് ചെയ്യാം, പയ്യെ ഇറങ്ങാവുന്ന സമയം. കാരണം നല്ല എനർജി, ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്ന സമയമാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടി പരിശ്രമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ, പരിശ്രമിക്കാതെ ഇരിക്കുന്നില്ല. അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പോകാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. കുംഭരാശി അവിട്ടമര ചതയം പൂരിട്ടാതി മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 2 ഹാഫായിട്ട് എടുക്കാം. അതായത് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ്. ജനുവരി ആദ്യത്തെ ഹാഫില് സൂര്യന്, കുജൻ, ബുധൻ, ശുക്രൻ ഈ 4 ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ 11-ലാണ്. സെക്കൻഡ് ഹാഫില് ഇവരെല്ലാം ധനുരാശിയിൽ നിന്ന് മകരരാശി, അതായത് കുംഭരാശിക്ക് 12ാം രാശിയായ മകരരാശിയിലേക്കാണ് സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ കുംഭരാശിയിലാണ് നമ്മുടെ രാഹു സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. മീനൻ രാശിയിൽ, അതായത് നമ്മുടെ 2ാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ ജനുവരിയുടെ ആദ്യത്തെ ഹാഫ്, അതായത് 15ാം തീയതി വരെ ആയിരിക്കും നമുക്ക് ഏറ്റവും അനുകൂലം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്, നമുക്ക് അത്ര അങ്ങ് അനുകൂലം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സ്ഥിതിയുള്ളത്. സോ ജോലി സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് നോക്കുക, അത് വിട്ട് കളയാൻ നോക്കണ്ട. ഓക്കെ, അതായത് ജനുവരി 15-നൊക്കെ ശേഷം നിങ്ങൾക്ക് ആ ജോലി വിടണമെന്നൊക്കെ തോന്നുവാണ്, അല്ല അതിനായ സാഹചര്യം ഒഴുകുവാണെങ്കിൽ നിങ്ങൾ അത് റിസൈൻ ചെയ്യാനോ അത് അവിടെ നിന്ന് പോകാനോ നോക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതേപോലെ ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അതിനെ എന്താണ് അതിന് ഓവർ റിസ്ക് എടുക്കാനോ ചെയ്യാതിരിക്കുന്നതാണ് ഈ ടൈം നല്ലതെന്ന് പറയുന്നത്. കുടുംബജീവിത സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ നോക്കുക, ഫാമിലി ലൈഫൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അമിതമായുള്ള ചിന്ത, ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യാം. ഓവറായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മൾ മൈൻഡിന് എടുത്ത് കളയുക, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, ഫീലിങ്സ്, നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുക, അതൊക്കെ നമ്മൾ ഇത് എടുത്ത് മാറ്റുക. പ്രണയത്തിലുള്ളവരായെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഭാര്യ ഭർത്താക്കന്മാരായാലും എന്താണ് പ്രണയയിലായാലും ഇവരുടെ എല്ലാം വാക്ക് തർക്കങ്ങളിൽ ആർഗ്യുമെന്റ്സുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പരസ്പരമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു മാസത്തിൽ നോക്കി കാണാനുള്ളത്. ഓക്കെ, ഓരോ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു മന്ത് ഓവർ എക്സ്പെക്ടേഷൻ ചെയ്യാൻ പാടില്ല. കാരണം ഓവർ എക്സ്പെക്ടേഷൻസ് ആണ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓവർ എക്സ്പെക്ടേഷൻസ് വരുമ്പോൾ നമുക്ക് ഓവറായിട്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താവും, നിരാശയാവും, ഡിപ്രഷൻ ആവും, സങ്കടമാവും. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ടൈം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എത്തും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. അടുത്ത
വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഈ ടൈമിൽ നോക്കുന്നത് നിങ്ങൾ ഈ ടൈമിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നേരത്തെ ചുമ്മാ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നന്നായി ഇപ്പോൾ എഴുതി പഠിക്കാൻ നോക്കുക. നന്നായി വായിച്ച് നന്നായി കുറേ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങൾ എക്സാമിന് വേണ്ടി. അതുപോലെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് നല്ല ഫോക്കസോടെ കോൺസെൻട്രേഷനോടെ വേണം നിങ്ങൾ പഠന കാര്യങ്ങളൊക്കെ നോക്കി കാണാനുള്ളത്. സോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് എത്താൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഓവർ തിങ്കിങ്, ഓവറായിട്ട് സെൽഫ് ഡൗട്ടൊക്കെ അടിക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു മാസത്തിൽ നല്ല രീതിയിൽ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് കാര്യങ്ങൾ, നമ്മുടെ തോട്ട്, അതുപോലെ ലെഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ തല സംബന്ധമായിട്ടുള്ള, അതായത് ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ കാര്യം ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വൈദ്യപരിശോധന നടത്തി അതിനുള്ള റെമഡി നമ്മൾ ചെയ്യുക. ഓക്കെ, അടുത്തൊരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ലാർജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. സോ നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക. അത്ര ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഒന്നും ഇറങ്ങണ്ട. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യം കറക്റ്റാക്കി നോക്കുക. നിങ്ങളിപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പൊതുവായിട്ട് കുംഭരാശിക്കാരോട് പറയാനുള്ളതെന്ന് പറയുന്നത്. മീന പൊരുട്ടാതികാലം ഉത്തിരട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലെ. മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജന്മത്തിലാണ് ശനി എന്ന് പറയുന്നത്. 4ാം ഭാവത്തിൽ വ്യാഴവും, 10ാം ഭാവത്തില് ബുധനും ശുക്രനും സൂര്യനും കുജനും കൂടെ നിൽക്കുകയാണ്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് 11ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യും, ഈ ഗ്രഹങ്ങളെല്ലാം കൂടി രാശിയുമാവും. 12ൽ രാഹു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ മൊത്തം നമുക്ക് ഒരു അനുകൂലമായ അവസ്ഥ. കാരണം നമ്മുടെ കേന്ദ്ര ഭാഗത്തിൽ, അതായത് ജന്മത്തില് ശനിയുണ്ട്, ജന്മശനി എങ്കിൽ അവിടെ നിന്നോട്ട് ജന്മത്തിൽ തന്നിട്ടുണ്ട്. 4ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, 10ാം ഭാവത്തിൽ എന്താണ് ബുധനും ശുക്രന്, അതുപോലെ സൂര്യന് കുജന്, ഇവര് 4 പേരുണ്ട്. അത് കഴിഞ്ഞാൽ 11ാം ഭാവത്തിലേക്കും വരുന്നുണ്ട്. സോ ഈ ഒരു പൊസിഷൻ, ഈ പ്ലാനറ്ററി പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു അനുകൂലമായ അവസ്ഥ നമുക്ക് പറയാനുള്ള അവസ്ഥയാണ്. തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ പരിശ്രമത്തിനൊക്കെ നമുക്ക് റിസൾട്ട്, പരിശ്രമം കുറച്ച് സ്ട്രഗിൾ ചെയ്താണെങ്കിലും നമുക്ക് എന്താണ് അതിന് റിസൾട്ടൊക്കെ കിട്ടുന്ന സമയം തന്നെയാണ്. തൊഴിൽ ഭാഗ്യം, പ്രൊമോഷന്, തൊഴിലില് നമുക്കൊരു റെക്കഗ്നൈസേഷൻ ഒക്കെ കിട്ടാവുന്ന സമയമാണ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചുകൂടി എന്താണ് സാമ്പത്തികമായ പുരോഗതികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സമയമാണ്. ഭാഗ്യ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ടൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. അടുത്ത കുടുംബ സംബന്ധമായിട്ട്, ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യം, വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള വിവാഹ മാരേജ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക, അൺപ്ലാനഡ് മാരേജ് ഒക്കെ നടക്കുക, അതിനൊക്കെ യോഗം പറയുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കയറ്റൽ ഇറക്കത്തില്, കുറച്ച് സമയം നമ്മൾ ഭയങ്കര സന്തോഷമായി, കുറച്ച് ദുഃഖത്തില്, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കും ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസിഷൻ കുടുംബ സംബന്ധമായിട്ട് എടുക്കാൻ പോകുമ്പോൾ അതിനുള്ള അനുകൂലമായ അവസ്ഥ നമുക്ക് പറയാവുന്നതാണ്. മനസ്സിലും ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പറയാവുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എടുത്തു പറഞ്ഞ മനസ്സിന് ചെറിയ തരത്തിലുള്ള ദുഃഖങ്ങളോ സങ്കടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ന് പറയുന്നത്. ഈ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എഫർട്ടിന് എന്താണ് ഒരു പരിധി വരെ അതിന് റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത് കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 10ൽ എല്ലാ ഗ്രഹങ്ങളോടും നിൽക്കുന്ന നമ്മുടെ എന്താണ് കഴിവുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യം, നമ്മുടെ കഴിവുകളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുക, നമുക്കൊരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ഒക്കെ ബിൽഡ് ചെയ്യാവുന്ന ടൈമാണ് ഇതെന്ന് പറഞ്ഞത്. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് എന്താണ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഒരു കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകും. എന്നിരുന്നാൽ നമ്മൾ എന്താണ് ചെറിയായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കാൻ, നമ്മൾ ഇന്ന മരുന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള മെഡിസിൻ എന്താണോ അത് ട്രീറ്റ്മെന്റ് എന്താണോ അത് നമുക്ക് എടുക്കാം. നമ്മുടെ ദേഷ്യത്തെയും സ്ട്രെസ്സിനെയൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ഉത്തമമായിരുന്നു. അടുത്തൊരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്നത് പൊതുവെ ഒരു അനുകൂലമായ അവസ്ഥ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സാഹചര്യത്തിലാണ്, ഒരു ഗുഡ് സ്മൂത്ത് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലവും ലഗ്നഫലവും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്കറിയാം ഇതൊരു പൊതുഫലമാണെന്നല്ലേ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകമാണ്. നമ്മുടെ ജാതകം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ, ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത്, നമുക്ക് അനുകൂലമായിട്ടുള്ളതാണോ പ്രതികൂലമായിട്ടുള്ളതാണോ,
അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത് വെച്ച് ജാതകം വെച്ച് നമ്മുടെ ഗോചരം കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് പറയാൻ വരിക. നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രെഡിക്ഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഇനി നോർമലി നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് പൊതുഫലം രാശിവശാൽ മാത്രം കാണാതെ നമ്മുടെ ജാതകം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ലഗ്നം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് ല എന്ന അക്ഷരമായിരിക്കും എഴുതിയിരിക്കുന്നത്. ആ ലഗ്നം എവിടെയാണ് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെയും കൂടി ഫലം എടുത്ത് കാണുക. അതായത് മേടരാശിയിലാണ് ജനനമെങ്കിൽ നിങ്ങൾക്ക് എന്താ അശ്വതി ഫണ്ണി കാർത്തിക കാലാന്ന് വിചാരിക്കുക. അപ്പം ഈ നക്ഷത്രത്തെ ഏതൊരു നക്ഷത്രം, അപ്പം അശ്വതി നക്ഷത്രത്തിലാണ് നിങ്ങളുടെ ജനനം എന്ന് വിചാരിക്കുക. പക്ഷെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ്, മിഥുനമാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മേടത്തിന്റെ ഫലം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, മിഥുനത്തിന്റെ ഫലം കൂടി കാണുക. നമ്മൾ പറയുമ്പോൾ രാശി എന്ന് പറഞ്ഞാലും നമ്മൾ ആ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം ലഗ്നം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ രണ്ടും കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മളത് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യം വേണം. നമ്മൾ 2024 കടക്കുന്നത്. നമ്മൾ പുതുവർഷത്തിലാണ് അല്ലേ. അപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെയും അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് ഈ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അനുകൂലമാക്കി മാറ്റണം അല്ലേ. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് നമുക്കൊരു ലക്ക് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള വരികൾ അന്വേഷിക്കുക, അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വിട്ടുകളഞ്ഞ പോലെ ആദ്യത്തെ 1-2 ആഴ്ച അതിൻ്റെ ഉത്സാഹം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യാത്തൊരു മെത്തേഡല്ല വേണ്ടത്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ആ ലൈഫ് കുറച്ചുകൂടി സക്സസ് ആയിട്ട് മാറാൻ പറ്റും. അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഗ്രഹത്തിൽ പൂജാമുറി ഉണ്ട്, അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് 2 നേരം ചെയ്തില്ലെങ്കിൽ പോലും 1 നേരമെങ്കിലും ഒന്നിച്ച് കുടുംബങ്ങളെല്ലാം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യുക, വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം ഇപ്പോൾ എല്ലാവരും തിരക്കുള്ള സമയമാണോ, ചിലപ്പം ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. സോ ഒന്നിച്ചിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല. എന്നിരുന്നാലും പ്രാർത്ഥന മുടക്കാതെ ഡെയിലി ചെയ്യുക. അപ്പം നമുക്കൊരു എനർജി കിട്ടും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ എന്ത് ചെയ്യുക, ക്ഷേത്രത്തിൽ കഴിപ്പിക്കാനൊക്കെ നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരോടും പറയുകയാണ്, നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ, അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് പ്രത്യേക അവസരങ്ങളിൽ എന്താണ് നിങ്ങളോട് പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും നമ്മൾ ആക്ടിവേഷൻ നടത്തുന്ന ഗ്രൂപ്പല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോ ഫോമിൽ അറിയുന്നതിന് മുമ്പ് അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ കൂടെ ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 2025 നമുക്ക് അതിൽ വലിയ ഓഫേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 2026 നമുക്കതിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കണമെന്നുണ്ട്. അതുപോലെ 2025 തീരാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒരു ഓഫർ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അത് ഡേറ്റ് ചെയ്ത ടൈം ഏതൊന്നുമല്ല. എപ്പോഴും ആ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ വെക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, കോഴ്സിൻ്റെ ഓഫർ ആയിരിക്കും. കൺസൾട്ടേഷൻ എന്തായാലും നമുക്കിന്നിപ്പോൾ ഓഫർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. സോ ബട്ട് നമുക്ക് എന്തായാലും കോഴ്സിന് നമ്മൾ ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടൊരു കാര്യം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ കറണ്ടിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് പെൻഡന്റ് ഹൗസിംഗ് ആണ്. അതിൻ്റെ ബേസിക് ലെവൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അതിനും ഈ പവേഴ്സ് ക്ലബിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എനിക്ക് പേഴ്സണലി അതിലുള്ള അഡ്മിൻ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതിൽ കോൺടാക്ട് ചെയ്താൽ കാര്യങ്ങൾ കൺസൾട്ടേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ. കാര്യങ്ങളാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ പുതുപ്രതീക്ഷയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ എല്ലാവർക്കും കഴിയട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം അല്ലേ. നമുക്ക് പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയാവാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.